സൂക്ഷ്മദർശിനിയും ഹിച്ച്കോക്കും ദുരൂഹതയും. ഒരു ഹിച്ച്കോക്കിൻ ട്രിബ്യൂട്ട് എന്നാണ് സൂക്ഷ്മദർശിനിയെ വിശേഷിപ്പിക്കുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു 5 ഹിച്ച്കോക്ക് ഫിലിം മേക്കിംഗ് ടെക്നിക്സ് ടു ക്രിയേറ്റ് മിസ്റ്ററി. മിസ്റ്ററി അല്ല, സസ്പെൻസ്. അതിന് സസ്പെൻസ് മിസ്റ്ററിയും ഒരേ സാധനമല്ലേ? രണ്ട് ദുരൂഹത. പ്രഥമ ദൃഷ്ടിയ രണ്ട് വാക്കുകളും ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് തെറ്റിദ്ധാരണ. ഒരു മിസ്റ്ററി സിനിമ കാണുന്നു എന്ന് പറയുന്നത് ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. അധികം ഇൻഫർമേഷൻസ് ഒന്നും കിട്ടില്ല, എല്ലാം ഒളിപ്പിച്ച് വെക്കും. ഹൂ ഡൺ ഇറ്റ് ഒക്കെ മിസ്റ്ററി ജോണറിൽ പെടും. ഇറ്റ്സ് ലൈക്ക് സോൾവിങ് എ പസിൽ, ദുരൂഹത. ഓഹോ. എന്നാൽ സസ്പെൻസ് എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ പ്രോസസ്സാണ്. സസ്പെൻസ് എലമെൻ്റ് വർക്കാവണമെങ്കിൽ സിനിമ നമ്മൾക്ക് ഇൻഫർമേഷൻസ് ഇങ്ങോട്ട് തരണം. ഒരു ബോംബ് ഇപ്പം പൊട്ടും 5 നിമിഷത്തിനുള്ളിൽ പൊട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ആകാംക്ഷ. നമ്പർ 1, മെഗാഫിൻ ടൂൾ. അതായത് ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു കഥാപാത്രം, ഇതായിരിക്കും നരേറ്റീവിനെ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ഈ പ്രോപ്പർട്ടിക്ക് കാര്യമായ റെലവൻസ് ഒന്നും ഉണ്ടാകില്ല. ഫോർ എക്സാമ്പിൾ, സൈക്കോ എന്ന സിനിമയിലെ കറൻസി എലമെൻറ്റ്, അതുപോലെ റോപ്പ് എന്ന സിനിമയിലെ റോപ്പ് എലമെൻറ്റ്, രണ്ടും ഒരു മെഗാഫിൻ ടൂളാണ്. നമ്പർ 2, മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി. ഉദാഹരണത്തിന് ഒരു ക്രൈം നടക്കുന്നു. ആ ക്രൈം ചെയ്തത് പ്രൊട്ടാഗണിസ്റ്റ് അല്ല എന്ന് പ്രേക്ഷകരായ നമ്മൾക്കറിയാം. പക്ഷേ കഥയിലെ മറ്റ് കഥാപാത്രങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു ആ ക്രൈം ചെയ്തത് പ്രൊട്ടാഗണിസ്റ്റ് ആണ് എന്ന്. മിസ്റ്റേക്കൺ ഐഡൻറ്റിറ്റി. നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ്, ഫ്രൻസി തുടങ്ങിയ ചിത്രങ്ങളാണ് എക്സാമ്പിൾസ്. ഷോർട്ട് റെഡി. നമ്പർ 3, ക്യൂ ആൻഡ് പേ ഓഫ്. സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് ഒരു എലമെൻ്റ് ഇട്ട് കൊടുക്കുന്നു, ദ ക്യൂ. പക്ഷേ ഈ എലമെൻറ്റിന് ഒരു ക്ലോഷർ ഉണ്ടാവാൻ പാടില്ല. കഥ മറ്റ് ഏരിയകളിലൂടെയൊക്കെ പ്രോഗ്രസ് ചെയ്ത് പ്രേക്ഷകർ ഈ ക്യൂ മറന്നുപോയി എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പ്രഡിക്റ്റബിൾ അല്ലാത്തൊരു സമയം ദ പേ ഓഫ്. നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ് എന്ന സിനിമയിൽ ഈ പേ ഓഫ് ഒരു ഫൈനൽ ഷോ ഡൗൺ ആയി മാറുന്നുണ്ട്. നമ്പർ 4, സസ്പെൻസ് ബിൽഡ് ചെയ്യാൻ ദ യൂസ് ഓഫ് ടെക്നിക് കളേഴ്സ്, റെഡ് ആൻഡ് ഗ്രീൻ. വെർട്ടിഗോ എന്ന സിനിമയിൽ മാഡ്ലിൻ എന്ന കഥാപാത്രത്തിൻ്റെ സറൗണ്ടിങ്ങും കോസ്റ്റ്യൂമും ഗ്രീൻ കളറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്നാൽ സ്കോട്ടി എന്ന കഥാപാത്രത്തിൻ്റെ സെൻസ് ഓഫ് ഡേഞ്ചർ കാണിക്കാൻ റെഡ് കളറും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ 5, ത്രൂ ദ വിൻഡോ. റെയർ വിൻഡോ എന്ന സിനിമ ഏറ്റവും മികച്ച ഉദാഹരണം. കഥാപാത്രം ജനാലയിലൂടെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണുമ്പോൾ അത് പ്രേക്ഷകർ കാണുന്ന പോലുള്ള പ്രതീതി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി സൂക്ഷ്മദർശിനിയിൽ ഈ പറഞ്ഞതിൽ ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടുണ്ട്? ഇതല്ലാതെ മറ്റേതെങ്കിലും ഫിലിം മേക്കിംഗ് ടൂൾസ് ഉണ്ടോ?